ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ധ്യാൻസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇവിടെ നമ്മളും സുഖമായിട്ടിരിക്കുന്നു. അബുദാബി ഭയങ്കര ചൂടാണ്, ചൂട് കൂടിക്കൂടി വരുവാണ്. നാട്ടിലും മഴയൊക്കെ എന്നറിയാം. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തൊക്കെ എങ്ങനെയുണ്ട്? മഴയൊക്കെ ഓക്കെ ആണോ? ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് മഷ്റൂം കറിയാണ്. മഷ്റൂം കറിയല്ല, മഷ്റൂം തോരൻ. അപ്പോൾ ഇത് ബേബി മഷ്റൂമാണ്. ഇവിടെ നിന്ന് നമ്മൾ ഒരു 5 ദിറംസിന് മേടിച്ചായിരുന്നു. നാട്ടിലൊരു 125 റുപ്പീസൊക്കെ ആവുന്നുണ്ട്. ഇത് ബേബി മഷ്റൂമാണ്. ഫുള്ള് ക്ലീനാണ്, പക്ഷെ പാക്ക് ചെയ്തതിൻ്റെ ഒരു ഡിഫക്റ്റായിട്ട് അതിൻ്റെ അടിയിൽ കുറച്ച് ഇതായിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തിട്ട് വാഷ് ചെയ്ത് നമുക്ക് എടുക്കാം. അതാ നമ്മൾക്കിങ്ങനെ അതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ അപ്പോൾ അങ്ങനെ കട്ട് ചെയ്താൽ അത് കുഴപ്പമുള്ളതല്ല. അത് പാക്ക് ചെയ്തത് കൊണ്ട് അങ്ങനെ എന്താ പറയുക, ഇങ്ങനെ നല്ല പ്രഷർ വന്നതുകൊണ്ട് ഇങ്ങനെ ടൈറ്റായിട്ട് ഇരുന്നിട്ട് അത് ഇതായിപ്പോയതാണ്. അത് നമ്മൾ കട്ട് ചെയ്തങ്ങ് കളയുന്നു. അത് കളഞ്ഞ് വാഷ് ചെയ്ത് നമുക്ക് എടുക്കാം. ഓക്കെ, നമ്മൾ നാട്ടിൽ നമ്മുടെ ഈ അയ്യത്തൊക്കെ തടിയിലൊക്കെ ഉണ്ടാകുന്നൊരു കൂണില്ലേ, അത് കൂട്ടിരിക്കുന്നു. പക്ഷെ ഇതിവിടെ പക്ഷേ ഇവിടെ ഹോം മെയ്ഡാണ്, നാച്ചുറൽ നമ്മുടെ മഷ്റൂം അല്ല. പക്ഷെ കുക്ക് ചെയ്ത ടേസ്റ്റ് സെയിം നമ്മുടെ മഷ്റൂമിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. അറിയത്തില്ല, പക്ഷേ എനിക്കങ്ങനെ ഫീൽ ചെയ്തു. നമ്മുടെ നാട്ടിൽ നമ്മളെങ്ങനെയാണോ നാട്ടിൽ നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ പറിച്ച് കൂട്ടാൻ വെക്കുന്നത്, അതേ ടേസ്റ്റ് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി ഒത്തിരി നാൾ കഴിക്കാതിരുന്ന് കഴിച്ചത് കൊണ്ടാണോ എന്താണെന്നറിയില്ല, നമുക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നിട്ട് ഈ മഷ്റൂം നമ്മൾ നല്ലതായിട്ട് വാഷ് ചെയ്യുക. നല്ലതായിട്ട് വാഷ് ചെയ്തിട്ട് എന്നിട്ട് സ്ട്രെയിനറിൽ വെച്ചിട്ട് നമ്മൾ നല്ലതായിട്ട് വാഷ് ചെയ്യുക. ചെറിയ ചെറിയ പൊടിമണ്ണ് പോലും അടിയിലുണ്ടായിരുന്നു. അത് നമ്മളത് കളഞ്ഞിട്ട് രണ്ടായിട്ട് കീറി എടുത്തു. എന്നിട്ട് നമ്മളിതാ ഒരു മൺചട്ടി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. നാട്ടിൽ നിന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുവന്നല്ല, നമ്മുടെ ഒരു താത്തക്കുട്ടി ഉണ്ടായിരുന്നു. താത്തക്കുട്ടി നാട്ടിൽ പോയിട്ടുന്നപ്പം കൊണ്ട് തന്ന എനിക്കൊരു ചട്ടി. അത് ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട്, ഞാൻ എപ്പോൾ കടുക് പൊട്ടിക്കാനിട്ടാലും കുറച്ച് കഴിഞ്ഞിട്ടേ കടുക് പൊട്ടത്തുള്ളൂ. അതിലോട്ട് പിന്നെ നമുക്കൊരു 2-3 വറ്റൽമുളക്, ചുമന്ന മുളക് ഉണ്ടല്ലോ, ഉണക്കമുളക് കട്ടിച്ച് അത് വിടാം. അത് വിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലോട്ട് നമ്മൾ കഴുകി വാരി വെച്ച മഷ്റൂമല്ലേ, ബേബി മഷ്റൂമും ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്ത് ഒന്ന് കുറച്ച് നേരം ഒന്ന് എന്താ പറയുക, ഒന്ന് വാടി കിട്ടണം അത് കേട്ടോ. ചെറുതായിട്ട്, അത് നല്ലതായിട്ടല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതായി കിട്ടണം. നമ്മൾ എന്നിട്ട് അതിലോട്ട് നമ്മൾ കുറച്ച് നേരം അതിങ്ങനെ ഇട്ട് നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അതിൻ്റെ ഒരു പച്ച മണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. എന്നിട്ട് വേണം നമുക്കതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ടെർമറിക് പൗഡർ ഉണ്ടല്ലോ, നമ്മുടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് അതിനാവശ്യമായ മഷ്റൂം എത്രയാണോ അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് വേണം മിക്സ് ചെയ്ത് നമ്മളൊന്ന്, ഈ മഷ്റൂമിനകത്ത് നല്ലതായിട്ട് വെള്ളം ഇറങ്ങുന്നുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പ് കൂടി ഇടണം. ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ഇളക്കി അടച്ച് വെച്ചത് വേവിക്കണം. പിന്നെ നമ്മൾ അതിലേക്ക് വേണ്ട അരപ്പെന്ന് പറയുന്നത് പച്ചമുളകും കൊച്ചുള്ളിയാണ് ഏറ്റവും നല്ലത് കേട്ടോ. പക്ഷേ എൻ്റെ കൊച്ചുള്ളി ഇല്ലാത്ത കാരണം സവാള എടുത്തത്. ഒരു പിടി തേങ്ങയും കൂടെ എടുത്ത് നമ്മുടെ കൈ കൊണ്ട് തന്നെ നമ്മൾ നല്ലതായിട്ട് ഞെരടിയെടുക്കുക. എന്നാലും തേങ്ങയുടെ പാലൊക്കെ നല്ലതായിട്ട് ഇറങ്ങി വരും. കൈ കൊണ്ട് നല്ലതായിട്ട് ഞെരടിയെടുത്തിട്ട് നമ്മൾ ഈ മഷ്റൂമിനകത്തോട്ട് തന്നെ, ഇത് മഷ്റൂം ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി വെച്ചിരുന്നു കേട്ടോ, ഇടയ്ക്കൊന്ന് റെഡിയാക്കി വെച്ചിരുന്നു. അതിലോട്ട് നമ്മളിപ്പോൾ തിരുമ്മിയെടുത്ത കൈ കൊണ്ട് തിരുമ്മിയെടുത്ത് തേങ്ങയുടെ കൂട്ടും കൂടെ അങ്ങോട്ട് ചേർക്കാം. ഞാൻ ഒരു കയ്യിൽ ക്യാമറയും ഒരു കൈ കൊണ്ട് കുക്കും ചെയ്യുന്നതുകൊണ്ട് അങ്ങോട്ട് റെഡിയാവുന്നില്ല കേട്ടോ. ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നേ. ഞാൻ ഇച്ചിരി ഉപ്പ് നേരത്തെ ഇട്ടുള്ളൂ, മഷ്റൂമിന് പിടിക്കാനുള്ള ഉപ്പേ ഇട്ടുള്ളൂ. ഇത് നമ്മുടെ ഗരം മസാലയാണ് കേട്ടോ. കുറച്ച് ഗരം മസാലയും കൂടെ ഇടാം. ഗരം മസാലയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇളക്കി തല്ലിപ്പൊത്തി വെക്കണം. ഇത്
നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾ പാക്കറ്റ് ബേബി മഷ്റൂം കിട്ടുവാണെങ്കിൽ നാട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇല്ല വെളിയിൽ ഔട്ട്സൈഡ് കൺട്രിയിൽ ഇന്ത്യക്ക് പുറത്തുള്ളവരാണെങ്കിലും ഒന്ന് പാക്കറ്റ് കിട്ടുന്ന ഈ ബേബി മഷ്റൂം ഒന്ന് നിങ്ങൾ മേടിച്ച് കറി വെച്ച് നോക്കും. പിന്നെ മറ്റേ ആ പാക്കറ്റിൽ വലിയ നാരങ്ങ വലുപ്പത്തിൽ വരുന്ന മഷ്റൂമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, അത് പക്ഷേ ഞാൻ തേങ്ങ വറുത്തരച്ച് കറി വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ കൂട്ടാൻ വെച്ചിട്ട് ഇങ്ങനെ തോരൻ പോലെ വെച്ചിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, കുഴഞ്ഞു പോയായിരുന്നു അത്. ഇത് പക്ഷേ ഒന്നേ തൊടാതെ ഇതിങ്ങനെ കിടന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നാട്ടിലെ അതേ ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തത്. നല്ലതായിട്ട് നമ്മൾ നിരത്തിയിട്ട് ഒന്ന് വെന്തതല്ലേ, അപ്പോൾ നമ്മൾ ഈ തേങ്ങ കൂട്ട് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് നിരത്തിയിട്ടാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് വെളിനാട്ടിൽ ജോലി ചെയ്യുന്ന ബാച്ചിലേഴ്സായിട്ട് താമസിക്കുന്നവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് കേട്ടോ.